ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് പ്രവർത്തകർ CJP പ്രവർത്തകർക്കെതിരെ അവിടെ പ്രതിഷേധത്തിനായി എത്തിച്ചേർന്ന അസംഖ്യം വിദ്യാർത്ഥികൾക്കെതിരെ ലാത്തി പ്രയോഗിച്ചിരിക്കുന്നു. മറ്റ് നേതാക്കൾ, MP-മാർ അടക്കമുള്ള നേതാക്കൾ, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നേരത്തെ മാധ്യമങ്ങളെ കാണുകയും ഉണ്ടായി. എന്തായാലും പോലീസ് ഈ മാർച്ച് തല്ലി ഒതുക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇപ്പോൾ എന്താണ് അവിടെ സാഹചര്യം? ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. ശ്യാമിലി, മാർച്ച് ഒരു വിധത്തിലും മാർച്ചിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഡൽഹി പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ ബാരിക്കേഡ് തീർത്തുകൊണ്ട് വലിയ സുരക്ഷാ വിന്യാസമാണ് ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കാരണം ഏതാണ്ട് 5000 പോലീസുകാരെ ജന്തർ മന്ദറിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും സമരക്കാരെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. CJP പ്രവർത്തകരെ, അവരെ പിന്തുണച്ചെത്തുന്നവരെ ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ഉള്ളത്. മാത്രമല്ല, നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചും പിന്തുണ അർപ്പിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട്. ചന്ദ്രശേഖർ ആസാദ് MP ആണ് അദ്ദേഹം പോലീസുമായി തർക്കിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ചന്ദ്രശേഖർ ആസാദിനെ തടയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുന്നു. അവരോടും പോലീസ് തർക്കിക്കുന്നതാണ് കണ്ടത്. അതായത് സമരക്കാരെ മാത്രമല്ല, അവരെ പിന്തുണച്ചെത്തുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവരെയൊക്കെ തന്നെ തടയുന്ന നിലപാടിലേക്ക് പോകുകയാണ് ഏതായാലും ഇപ്പോൾ പോലീസ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. കാരണം സംഘർഷമല്ല ലക്ഷ്യം നേടിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകും, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതികരണമായി തന്നെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഡൽഹിയിൽ ഇത്തരം സമരങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്നത് മെട്രോ സ്റ്റേഷൻ വഴിയും മറ്റുമാണ്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിനോട് ചേർന്ന് കിടക്കുന്ന മെട്രോ സ്റ്റേഷൻ ഒന്ന് ജൻപത്ത് ആണ്. അപ്പോൾ ജൻപത്ത് അടക്കം ഈ മെട്രോ സ്റ്റേഷനുകളൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ പോലീസ് വിന്യാസം ഇപ്പോൾ വർദ്ധിക്കുകയും ഒപ്പം ഏത് വിധേനയും സമരക്കാരെത്തും തടയാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം മെട്രോ സ്റ്റേഷനുകളൊക്കെ തന്നെ അടച്ചു എന്ന പ്രതികരണം ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെയും ഒക്കെ നമ്മൾ കണ്ടത് ജന്തർ മന്ദറിലേക്ക് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നു, ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുന്നു, അവരെ വന്ന് പിന്തുണയ്ക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ശാന്തത പാലിച്ചുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോവുക എന്ന് അവർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു തരത്തിലും സമാധാനം വെടിയേണ്ടതില്ല, സമാധാനവും സ്നേഹവും കൊണ്ട് മാത്രമേ ഈ സമരം വിജയിക്കാനാകൂ എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ലക്ഷ്യം കാണും വരെ ഈ സമരം തുടരുമെന്നാണ് ആവർത്തിക്കുന്നത്. അതായത് നേരത്തെ കണ്ടൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ പോലീസ് സമരക്കാരെ നേരെ പ്രതിഷേധിക്കാൻ എത്തിയവർക്ക് നേരെ ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയല്ല. രംഗം ഒന്ന് ശാന്തമായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സമരക്കാരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഏതായാലും പോലീസ്. ശ്യാമിലി, നേരത്തെയുള്ള ഒരു സാഹചര്യം രാകേഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ അവിടെ കാണുന്നില്ല. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ബാരിക്കേഡുകൾ വെച്ച് ഈ പ്രതിഷേധത്തെ തടയുക തന്നെയാണ് ചെയ്യുന്നത്. പോലീസുകാരൊക്കെ അവിടെയുണ്ട്. നേരത്തെ റാപ്പിഡ് ഫോഴ്സാണ് ലാത്തി പ്രയോഗിച്ചതായി കണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഡൽഹി പോലീസും ഉണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് അവിടെയുള്ളത്. നേരത്തെ തന്നെ ഈ മാർച്ച് പാർലമെന്റിലേക്ക് CJP മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിരോധനാജ്ഞയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു വിവിധയിടങ്ങളിൽ. എന്തായാലും ഈ CJP കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന ഈ പാർലമെന്റ് മാർച്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് പേർ മാർച്ചിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേർന്നത്. നേരത്തെ മാർച്ചിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിൻ്റെയൊക്കെ കൂടി ഭാഗമായി എന്നാൽ പോലും അതിനെ കൂടി മറികടന്ന് പ്രതിഷേധിക്കാം എന്ന് തന്നെയായിരുന്നു പ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് സമാധാനപരമായി പ്രതിഷേധിക്കാമെന്നായിരുന്നു അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു നേതാക്കളുടെ അടക്കം അഭിജിത് ദീപ്കെ അടക്കമുള്ളവരുടെ പ്രതികരണവും. അവിടെ എത്തിച്ചേർന്നവരും അതേ നിലപാടിൽ തന്നെയായിരുന്നു. ഏറ്റവും സമാധാനപരമായ പ്രതിഷേധം നടക്കും, അങ്ങനെ തന്നെ ഒരു മാർച്ച് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കും എന്ന നിലപാടിൽ തന്നെയായിരുന്നു അവർ. പക്ഷേ പോലീസ് അത് അടിച്ചമർത്താനാണ് നിലവിൽ ശ്രമിക്കുന്നത്.